ആന്ധ്രാപ്രദേശിലെ ഏർപേഡിൽ കർഷക സമരത്തിനിടയിലേക്ക് ലോറി പാഞ്ഞുകയറി 20 കർഷകർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ്. മനു ശങ്കർ ചേരുകയാണ് വിവരങ്ങളുമായി. മനു, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ. ആന്ധ്രാപ്രദേശിലെ ഏർപേഡിൽ കർഷക സമരത്തിനിടയിലേക്ക് ലോറി പാഞ്ഞുകയറി 20 കർഷകർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ മദ്യപിച്ചതിനാലാണ് അപകടമുണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. മണൽ മാഫിയക്കെതിരായ കർഷകരുടെ സമരം കുറച്ച് ദിവസങ്ങളായി നടന്നു വരികയായിരുന്നു. മനു ശങ്കർ ചേരുകയാണ് വീണ്ടും വിവരങ്ങളുമായി. മനു, എന്തൊക്കെയാണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ. ഈ ആന്ധ്രാപ്രദേശിൽ വളരെ രീതിയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത മണൽ മാഫിയക്കെതിരെ സമരം നടത്തിയ കർഷക സംഘത്തിന് നേരെയാണ് അമിത സ്പീഡിൽ വന്ന ട്രക്ക് പാഞ്ഞു കയറിയത്. ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സമരം ചെയ്ത കർഷകർക്കിടയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറിയതിനെ തുടർന്ന് 13 പേർ തൽക്ഷണം മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് 24 പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആന്ധ്രാപ്രദേശ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി ശ്രമം ഈ സമരത്തിനെതിരെ മണൽ മാഫിയ നടത്തിയതാണോ എന്നത് സംബന്ധിച്ചുള്ള സംശയം നിലനിൽക്കുന്നുവെന്നുമാണ് പോലീസ് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഈ സമര സംഘത്തിന് നേരെ ട്രക്ക് ഇടിച്ചു കയറുന്നതിന് മുൻപായി സമീപത്തെ ഒരു ഇലക്ട്രിക് പോസ്റ്റിലേക്കും മറ്റും ഇടിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഈ പോസ്റ്റ് തകരുകയും പിന്നീട് ഈ സമര വേദിക്ക് സമീപത്തേക്ക് മറിഞ്ഞു വീഴുകയും തുടർന്ന് വൈദ്യുതി ആഘാതമേറ്റും ഈ 13 പേരിൽ പലവർക്കും വൈദ്യുതി ആഘാതവും ഏറ്റിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതും മരണകാരണമായെന്നും പോലീസ് വിശദീകരിക്കുന്നു. നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് വിശദീകരണമായി നൽകിയിട്ടുള്ളത്. 24 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് കൂടി ഇത്തരം ഗുരുതരമായി പരിക്കോ മറ്റോ ഏറ്റിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല. മനു, കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവർ സമരം നടത്തി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന സാധ്യത പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും അതിനുള്ള സാധ്യതയാണുള്ളത്. ഇത് തിരുപ്പതി ഈ ക്ഷേത്ര നഗരിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ചിറ്റൂർ ജില്ലയിൽപ്പെട്ട സ്ഥലത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അനധികൃതമായുള്ള മണൽ മാഫിയ പ്രവർത്തനം ഇതിനെതിരെ നിരന്തരം കർഷക സംഘടനകൾ സമരം നടത്തിയിരുന്നു. പ്രധാനമായും ഈ ജലക്ഷാമവും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം ഉണ്ടായത്. ഇതിന്റെ ഒരു തുടർച്ചയായ സമരമാണ് തിരുപ്പതിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ചിറ്റൂരില് ഈ സമരസംഘം നടത്തിയത്. കർഷക സംഘത്തിന് നേരെ അമിത വേഗത്തിൽ വരികയായിരുന്ന ട്രക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലേക്കും മറ്റും ആദ്യം ഇവിടെ നിന്ന് ഇടിച്ചു തെറിച്ച് പിന്നീട് സമരവേദിയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറി എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ ഡ്രൈവർ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് ഈ വണ്ടി ആരുടേതാണ്, മണൽ മാഫിയുമായി ബന്ധപ്പെട്ട ആരുടേതാണോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. നിലവിൽ ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മനു, ഈ സമരത്തിൽ എത്ര പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? അവരുടെ നില എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? 50-ൽ പരം ആളുകൾ പങ്കെടുത്തിരുന്നു എന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനാണ് 13 പേർ ഈ ട്രക്ക് പാഞ്ഞു കയറിയതിനെ തുടർന്ന് തൽക്ഷണം മരിച്ചതെന്നാണ് ലഭിക്കുന്നത്. 24 പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ മറ്റ് ആർക്കും പരിക്കേറ്റതായുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഈ കർഷക സംഘടനാ നേതാക്കൾ തന്നെയാണ് ഈ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ മണൽ മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു അട്ടിമറി ശ്രമമാണോ ഇതിന് പിന്നിൽ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. മുൻപേ തന്നെ പലയിടങ്ങളിലും ആന്ധ്രയിൽ വർദ്ധിച്ചു വരുന്ന മാഫിയ സംഘടനകളുടെ പ്രവർത്തനവും മറ്റും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമെന്നും ശക്തിപ്പെടുത്തുമെന്നും ഒക്കെയാണ് സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷെ ഇതൊന്നും വിലപ്പോയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജലചൂഷണവും ജലക്ഷാമവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കർഷക സംഘടനയുടെ സമരം ശക്തമായത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടായത് എന്നത് ദുഃഖിപ്പിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി അട്ടിമറി ശ്രമം ഉണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കും എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മനു, ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ അപകടത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വിജയലക്ഷ്മി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. പോലീസ് സുരക്ഷ ഈ സ്ഥലത്ത് ഒരുക്കിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ കർഷക സംഘടനകൾ ഇത്തരം ഒരു സമരം നടത്തുന്ന കാര്യം പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് നൽകുന്ന വിശദീകരണം. ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നതെന്നും
വിശദീകരണം നൽകുന്നുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊരു കൃത്യമായ നിലപാട് അറിയിക്കാനോ മറ്റു കാര്യങ്ങൾ ആശുപത്രിയിലേക്ക് എത്താനോ മറ്റും സർക്കാർ പ്രതിനിധികളോ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരണപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് സമാശ്വാസ തുകയും മറ്റും കൈമാറുന്ന കാര്യം സർക്കാർ ആലോചിക്കുമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മണൽ മാഫിയ സംഘടനകളുടെ ഒരു അട്ടിമറി ഈ സമരത്തിന് പിന്നിൽ തന്നെ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഗ്രീഷ്മ, മനു, ഈ സ്ഥലത്തെ മണൽ മാഫിയക്കെതിരെയാണ് ഇവർ സമരം നടത്തി വന്നത്. അതുകൊണ്ട് തന്നെ ഇവരിലെ പല പ്രമുഖ നേതാക്കൾക്കും സമരം നടത്തുന്ന നേതാക്കൾക്കും ഭീഷണി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പോലീസ് സുരക്ഷ ഈ സമരത്തിനുണ്ടായിരുന്നോ? പോലീസ് സുരക്ഷ ഈ സമരത്തിന് ഉണ്ടായിരുന്നില്ല. ഇതിന് പോലീസ് നൽകുന്ന വിശദീകരണം കർഷക സംഘടനകൾ ഇതുവരെയും സമരം നടത്തുന്ന ഒരു വിവരവും സമീപത്തെ പോലീസിൽ അറിയിച്ചിരുന്നില്ല എന്നതാണ്. ചിറ്റൂർ ജില്ലയിലാണ് ഈ സമരം നടന്നിരുന്നത്. 50-ൽ പരം കർഷകരാണ് സമരത്തിൽ പങ്കെടുത്തത്. പ്രധാനമായും മണൽ മാഫിയയുടെ ഈ വലിയ രീതിയിലുള്ള പ്രകൃതി ചൂഷണം, ഇതിനോട് കൂടി ഉണ്ടാകുന്ന ജലക്ഷാമവും മറ്റും ചൂണ്ടിക്കാണിച്ചാണ് കർഷകർ സമരം നടത്തിയത്. സർക്കാരും ജില്ലാ ഭരണകൂടവും ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നാണ് കർഷക സംഘടനകൾ ആരോപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ മുൻപും ഇവർ നടത്തിയിരുന്നതാണ്. പ്രത്യേകിച്ച് ചിറ്റൂർ ജില്ലയും മറ്റും കേന്ദ്രീകരിച്ചാണ് മണൽ മാഫിയ സംഘടനകളുടെ പ്രവർത്തനം ശക്തമായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കർഷക സംഘടന സമരം പുരോഗമിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ഒരു അമിത വേഗത്തിൽ വന്ന ട്രക്ക് പാഞ്ഞു കയറിയത് എന്നതാണ് ഈ നിലവിൽ ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ട്രക്ക് ഡ്രൈവർ അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് തന്നെ പോലീസ് വിശദീകരിക്കുന്നു. മറ്റു വിശദാംശങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. 24 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 13 പേർ മരിച്ചു എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ മരിച്ച കർഷകരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമോ മറ്റു ഒരു പ്രഖ്യാപനങ്ങളോ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. ഈ ദുരന്തത്തിൽ അനുശോചിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു ട്വിറ്ററിലൂടെ സന്ദേശം അയച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മറ്റു പ്രതികരണങ്ങളൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. ഗ്രീഷ്മ, ആന്ധ്രാപ്രദേശിലെ ഏർപ്പേടിൽ കർഷക സമരത്തിനിടയിലേക്ക് ലോറി പാഞ്ഞുകയറി 20 കർഷകർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ മദ്യപിച്ചിരുന്നതിനാലാണ് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പക്ഷേ കുരിശ് പൊളിച്ചു മാറ്റിയ മാർഗം ശരിയല്ലെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. സഭ വനഭൂമിയുടെ കയ്യേറ്റം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതിന് എതിരായിട്ടൊന്നും സംസാരിക്കുന്നുമില്ല. പക്ഷെ അതേസമയം അതുകൊണ്ട് വനഭൂമി കയ്യേറ്റത്തെ ന്യായീകരിക്കുകയോ കയ്യേറിയ ഭൂമിയാണെങ്കിൽ അതിൽ കുരിശ് വെച്ചതിനെ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. വനഭൂമി കയ്യേറി കുരിശ് സ്ഥാപിക്കുക എന്നുള്ളതൊന്നും സഭയുടെ പ്രഖ്യാപിത നയമല്ല. ഒരുപക്ഷെ അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മതവികാരങ്ങളെ ഇളക്കാൻ സാധ്യതയുള്ള രീതിയിൽ ആ കുരിശ് മാറ്റിയതിനോടായിരിക്കാം അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. മൂന്നാർ ഒഴിപ്പിക്കലിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രതികരണം. കയ്യേറ്റം നടത്തി കുരിശു സ്ഥാപിച്ചത് ക്രൈസ്തവ ദർശനത്തിനെതിരാണ്. കയ്യേറ്റക്കാരുടെ നടപടി അനുകൂലിക്കുന്നില്ല. കുരിശു മതത്തിന്റെ പ്രതീകമാണ്. നീക്കം ചെയ്യുന്നത് രഹസ്യമായി ചെയ്യാമായിരുന്നു, പരസ്യമായി ചെയ്യേണ്ടിയിരുന്നില്ല എന്നു മാത്രമാണ് അഭിപ്രായം. സ്പിരിറ്റൻ ജീസസിനെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കെട്ടിടങ്ങൾ പണിയുക, കുരിശു സ്ഥാപിക്കുക, മതത്തിൻ്റെതായ അമ്പലങ്ങൾ, ദേവാലയങ്ങൾ പണിയുക, ഇതിനെ ഒന്നിനെയും ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നില്ല. മതപ്രതീകമായ ഒരു പൂജ്യമായ ഒരു പ്രതീകത്തെ അത് അവിടെ നിന്ന് മാറ്റുന്നത് അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ല. അത് മാറ്റണമെങ്കിൽ അത് പരസ്യങ്ങളൊന്നും കൊടുക്കാതെ രഹസ്യമായി അതൊക്കെ മാറ്റാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതൊഴികെ ബാക്കി കയ്യേറിയതിനെ അംഗീകരിക്കുന്നില്ല. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് അങ്കമാലി അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത്. എന്നാൽ കുരിശ് വികാരവും വിചാരവുമാണ്, അത് ആദരിക്കപ്പെടേണ്ടതാണ്. വിശ്വാസത്തെ ബഹുമാനിച്ചായിരിക്കണം നടപടികൾ. സ്പിരിറ്റൻ ജീസസ് എന്ന സംഘടനയുമായി സഭയ്ക്ക് ഒരു ബന്ധവുമില്ലെന്നും ബിഷപ്പ് കൊച്ചിയിൽ പറഞ്ഞു. അപ്പൊ അത് എവിടെയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങള്, നടപടികള് ഏത് വിശ്വാസത്തെയും നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരും തന്നെ. അതിപ്പോൾ ഒരു കുരിശ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരമുണ്ട്. അത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു പ്രധാനമായ ആണിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കയ്യേറ്റ ഭൂമിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ കുരിശുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഓരോരുത്തരും വിശ്വാസത്തിന്റെ അതിനകത്തൊരു വികാരമുണ്ട് ആളുകൾക്ക്. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ വിശ്വാസം നമ്മൾ മുന്നോട്ട് പോകുന്നത്.
അത് തന്നെയാണ് ഈ ഷോയിലും ഒക്കെ നമുക്ക് വരുന്നൊരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആളുകൾക്ക് പലപ്പോഴും ഇതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് പലപ്പോഴും കാര്യങ്ങൾ. പാപ്പാത്തിച്ചോലിൽ ഭൂമി കയ്യേറിയ സ്പിരിറ്റ് ഇൻ ജീസസ് സംഘടനാ മേധാവി ടോംസ് കറയ്ക്കെതിരെ കേസെടുത്തു. ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തത്. കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലെസ്ലി നൽകും വിവരങ്ങൾ. ലെസ്ലി, വിശദാംശങ്ങൾ. ഗ്രീഷ്മ, ഇന്നലെ പാപ്പാത്തിച്ചോലയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ചാമൻപാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഭൂസംരക്ഷണ നിയമപ്രകാരം വകുപ്പ് 7A പ്രകാരമാണ് ഒരു കേസെടുത്തിരിക്കുന്നത്. അത് ഭൂമി കയ്യേറി കൈവശം വെച്ചിരുന്ന തൃശൂർ ആസ്ഥാനമായ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ ചെയർമാൻ കൂടിയായ ടോം ചക്രയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ IPC 144 പ്രകാരമുള്ള ഒരു കേസും 444 പ്രകാരമുള്ള മറ്റൊരു കേസ് കൂടി ഇദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായ തൃശൂർ മണ്ണുത്തി സ്വദേശിയായ കുറിഞ്ഞു എന്ന KP കുറിഞ്ഞുവിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൃത്യ നിർവഹണത്തിൽ തടസ്സം ഏർപ്പെടുത്തി എന്ന കുറ്റം ചാർത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചാമൻപാറയിൽ 2 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. രേഷ്മ, ശരി, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണം സംബന്ധിച്ച് വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ആരംഭിച്ചു. യോഗത്തിൽ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലും ചർച്ചയാകുന്നുണ്ട്. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാമായിരിക്കണമെന്നത് സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും. റവന്യൂ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജിതിൻ ചന്ദ്രൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ജിതിൻ, ഏത് രീതിയിലാണ് യോഗം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. ജിതിൻ, കേൾക്കാമെങ്കിൽ യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. ഗ്രീഷ്മ, അല്പസമയം മുമ്പാണ് മൂന്നാറിലെ പട്ടയ വിതരണം സംബന്ധിച്ച് ചർച്ച ചെയ്യാനായാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ചന്ദ്രശേഖരൻ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ഇടുക്കി ജില്ലാ കളക്ടർ, സബ് കളക്ടർ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ വിവാദമായ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ കൂടി ഉന്നതതല യോഗത്തിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇന്നലെ കുരിശ് പൊളിച്ചു നീക്കിക്കൊണ്ട് കയ്യേറ്റം ഒഴിപ്പിച്ച രീതിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നത് സർക്കാരിന്റെ നയം തന്നെയാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുതായിരുന്നു എതിരെയാണ് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തിയിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗം സമാപിച്ചു. സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു. മൂന്നാർ വിഷയവും യോഗത്തിൽ ചർച്ചയായി. ദിനകർ ചേരുകയാണ് വിവരങ്ങളുമായി. ദിനകർ, നിർണായകമായ തീരുമാനങ്ങൾ എന്തെങ്കിലും കൈക്കൊണ്ടിട്ടുണ്ടോ യോഗത്തിൽ? വിശദാംശങ്ങൾ. LDF യോഗം അല്പം മുമ്പാണ് സമാപിച്ചത്. LDF യോഗത്തിൽ പ്രധാനമായും മൂന്നാർ സംബന്ധിച്ച വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. മൂന്നാർ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാതെ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന ഒരു പൊതു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിഷയത്തിൽ യോജിച്ച പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം, കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നുള്ള തലത്തിൽ തന്നെയാണ് LDF യോഗത്തിനും തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അത്തരം സാധ്യതകളുള്ള വിഷയങ്ങളിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികളുമായി കൃത്യമായി ചർച്ച ചെയ്ത് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ തീർപ്പാക്കണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം കക്ഷികളുമായി ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ കുരിശ് തകർത്തുകൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ അല്ലെങ്കിൽ അത്തരം സമീപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അത്തരം കാര്യങ്ങൾ ഒഴിപ്പിക്കാൻ. മറിച്ച് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാവണം അത്തരത്തിലുള്ള ഒഴിപ്പിക്കലുകൾ ഉണ്ടാവേണ്ടത്. മറിച്ച് ഒരു തരത്തിലും കയ്യേറ്റം അംഗീകരിക്കാൻ കഴിയുകയില്ല, അത് ശക്തമായി തന്നെ തുടരും എന്ന ഒരു നിലപാടാണ് LDF യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒഴിപ്പിക്കലിനെ CPI യോഗത്തിൽ ന്യായീകരിക്കുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. കാരണം ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായ കുരിശ് തകർത്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല, മറിച്ച് അത് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമായിരുന്നു എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ യോജിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് മറ്റു യോഗത്തിൽ ഉയർന്നു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ വേണം, അതിന് ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടും
യോഗത്തിൽ സ്വീകരിക്കുകയുണ്ടായി. കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. എംഡിയുടെ രണ്ടാം മൂഴം സിനിമയാക്കുമ്പോൾ മഹാഭാരതം എന്ന് പേരിടരുതെന്ന സംഘപരിവാർ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ഡി സുഗതൻ. എം ഡി മോഹൻലാൽ സിനിമയ്ക്ക് മഹാഭാരതം എന്ന് പേരിടാനാകില്ലെന്ന് സുഗതൻ. ഇത് വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സുഗതൻ പ്രതികരിച്ചു. എം ഡി വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴം എന്ന കഥ മഹാഭാരതം എന്ന പേരിൽ സിനിമയാക്കിയാൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് മുൻ MLA യും കോൺഗ്രസ് നേതാവുമായ ഡി സുഗതൻ പറയുന്നത്. അത് മഹാഭാരത കഥയായി മാറുമ്പോൾ ശരിയാവില്ല. കാര്യം മഹാഭാരത കഥയിൽ നിന്നൊക്കെ ഒരുപാട് വ്യാസൻ എഴുതിയ കഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളെന്നല്ല ഇതിനെതിരായ പല ഭാഗങ്ങളുമാണ് ഇത് വരാൻ പോകുന്നത്. നേരത്തെ വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയും MD മോശമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. വ്യാസന്റെ മഹാഭാരതത്തിൽ ഭീമൻ അവസാനം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ MDയുടെ കഥയിൽ ഭീമൻ മടങ്ങി വരികയാണ്. ഇത് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. MDയുടെ രണ്ടാം മൂഴത്തിൽ കുന്തി തന്നെ പറയുന്നതാണ്, കർണൻ എനിക്കുണ്ടായത് കുന്തിഭോജൻ്റെ കുതിരക്കാരിൽ നിന്നുണ്ടായതാണ്. കുന്തിഭോജൻ്റെ കുതിരക്കാരൻ അവിടുത്തെ സൂതൻ സുന്ദരനായിരുന്നു, അവനെനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് അതിലുണ്ടായതാണ് കർണനെന്ന് MD പറയിപ്പിക്കുകയാണ്. അതുപോലെ ഭീമൻ ഒരു കാട്ടാളലിൽ ജനിച്ചതായിട്ടാണ് പറയുന്നത്, കുന്തിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇതൊക്കെ മഹാഭാരതത്തിന് വിരുദ്ധമാണ്, വ്യാസൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. ഇതൊക്കെ വിശ്വാസികൾ അംഗീകരിക്കില്ല. ഒരു പ്രശ്നമാകും ഈ തിരി അവതരിപ്പിച്ചാൽ. മഹാഭാരതമാണെങ്കിൽ മഹാഭാരതമായിട്ട് തന്നെ വരണം. ഇത്തരം ധാരാളം വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട്, രണ്ടാം മൂഴത്തിലുണ്ട്. കുന്തിദേവി ഭാരത സ്ത്രീകളുടെ തന്നെ മാതൃകയാണ്. അവരെയും മോശക്കാരിയാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും ഡി സുഗതൻ അഭിപ്രായപ്പെട്ടു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്ത് ഇത്തവണത്തെ വരൾച്ചയിൽ 50% കാർഷിക വിള നശിച്ചതായി കേന്ദ്ര സംഘം വിലയിരുത്തി. വരൾച്ചയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം കൂടുതൽ ധനസഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് വരൾച്ചയെപ്പറ്റി പഠിക്കാനെത്തിയ കേന്ദ്ര സംഘ തലവൻ അശ്വിനി കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കേന്ദ്ര സംഘത്തിന്റെ പ്രതികരണം. സംസ്ഥാനത്തെ വരൾച്ച സംബന്ധിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ കണ്ട് ചർച്ച നടത്തി. 995.5 കോടി രൂപയുടെ വരൾച്ചാ ദുരിതാശ്വാസമാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അധിക തൊഴിൽ ദിനം ചേർക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം നിലവിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഇത്തവണ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചു. 35,000-ഓളം ഹെക്ടർ പ്രദേശത്തെ കൃഷിനാശം ഉണ്ടായതായും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന 50%-ലേറെ കാർഷിക വിളകൾക്ക് നഷ്ടമുണ്ടായതായി കേന്ദ്ര സംഘ തലവൻ അശ്വിനി കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വരൾച്ചാ നഷ്ടത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ധനസഹായം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. The major more than 50% crop damage is there and some area is slightly less. And there are NDRF norms are there. On those norms and the data which has been provided by the state government, we'll try to correlate it and submit the report to the Secretary Agriculture. വരൾച്ചയിൽ നാണ്യവിളകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന കാര്യം സജീവമായി പരിഗണിക്കുമെന്ന് കേന്ദ്ര സംഘം പറഞ്ഞു. വരൾച്ച രൂക്ഷമായ മലപ്പുറം, വയനാട്, തൃശൂർ, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ കഴിഞ്ഞ 3 ദിവസത്തിലേറെയായി പര്യടനം നടത്തിയ ശേഷമാണ് കേന്ദ്ര സംഘം മുഖ്യമന്ത്രിയെ കണ്ടത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി അശ്വിനി കുമാർ IASന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് കേരളത്തിലെത്തിയത്. കേന്ദ്ര സംഘവുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ കൂടാതെ E. ചന്ദ്രശേഖരൻ, തോമസ് ഐസക്, VS സുനിൽകുമാർ, മാത്യു ടി തോമസ്, P. തിലോത്തമൻ എന്നിവരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.